മുന്നേ ഞാൻ ചെയ്തിരുന്നു 2-3 എണ്ണം. അപ്പോൾ അതിൻ്റെ വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കമ്പനി ഒരു ഫാമ കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ മെഡിക്കൽ അങ്ങനത്തെ ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മൾ 3-4 ഓപ്ഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഇതിപ്പോൾ ഫസ്റ്റ് ഒരു ഇമേജ് മാത്രമായിട്ടുള്ളൊരു ഓപ്ഷൻ. പിന്നെ നമ്മൾ ഷേപ്പിൽ വെച്ചിട്ട് കുറേ ഇമേജസൊക്കെ കട്ട് ചെയ്തിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫുള്ളൊരു ഇമേജ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വെക്റ്ററായിട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. ഇൻഡെക്സൊക്കെ ഇങ്ങനെ തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രേഡിയൻ്റൊക്കെ വരുന്ന രീതിയിൽ ഇനി നമുക്ക് ഇൻഡെക്സിലും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിപ്പോൾ ഇതാണ് അവരെ ലോഗോൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം ഞാൻ ഈ ലോഗോ എടുത്തിട്ട് നമുക്ക് ഇൻഡെക്സിൻ്റെ ഈ ഒരു പോർഷനാണ് എടുക്കുന്നത്. ഇത് ഫുള്ള് സെലക്ട് ചെയ്തു ഞാൻ. ഇത് ഫുള്ള് വൈറ്റ് ആക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു സ്ട്രോക്ക് പോലെയൊക്കെ കൊടുക്കണില്ലേ, ആ രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്ട്രോക്ക് പോലെ. സ്ട്രോക്ക് തിന്നായിരിക്കണം. ഞാൻ അതിനൊരു 1 കൊടുക്കണുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ഇതൊരു ശരിക്കും ഈ ലോഗോൻ്റെ ഒരു ഹ്യൂമൺ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഇട്ടുള്ളത്. അതിന് പകരം നമുക്ക് വേറെ തന്നെ ഇത് മാറ്റിയിട്ട് ഏത് ഭംഗിയുള്ളത് നോക്കിയിട്ട് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലൈറ്റ് നമുക്കൊരു 1 അതൊക്കെ ധാരാളം 1 ഇട്ട് കൊടുക്കാം. ഒരു ഏരിയ അങ്ങോട്ട് കിടക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഈ രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് തന്നെ വരാൻ ഇത് ശരിയാണ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ചെയ്യണ്ട, ഇവിടെ കിടക്കട്ടെ. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെക്ടറാണ്. ഫ്രീ പിക്കിൽ നിന്ന് നമ്മൾ വെക്ടർ എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ഒരു വെക്ടർ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഫാമിലി ഇതായിട്ടുള്ള ഒരു സംഭവമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനത്തെയൊക്കെ ഒരു ഫാമിലി ഉണ്ടല്ലോ. അങ്ങനെ ഒരു ഫാമിലി, നല്ലൊരു ഫാമിലി നോക്കി നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് കുഴപ്പമില്ല, നമുക്ക് എഡിറ്റ് ചെയ്യാനുണ്ട്. ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്തു. ഇനി അത് നമുക്ക് എക്സ്ട്രാക്റ്റ് ചെയ്യാം. എക്സ്ട്രാക്റ്റ് കൊടുത്തു. ഇനി നമുക്ക് ഈ സംഭവം ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് EPS ഫയൽ കിട്ടി. അത് ഞാൻ കോപ്പി ചെയ്തു. ഇനി നമുക്കിത് ഇവിടെ അത് ഓപ്പൺ ആക്കാം. കൺട്രോൾ അടിച്ച് ഓപ്പൺ ആക്കി. ഇങ്ങനെയാണ് ഫയൽ കിടക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കമ്പനിയുടേതായിട്ടുള്ള കളറ് നോക്കണം. ആ കളറിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് അങ്ങനെ തൽക്കാലം ഇത് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊണ്ടുപോവാം. അവിടെ ഇട്ടിട്ട് പണിയാം. അപ്പോൾ ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്തു. വലിയ സൈസാണ്. ഇത്ര വലിയ സൈസ് വേണം നമുക്ക്. ഇവിടെ കുറച്ച് നീക്കി വേസ്റ്റ് ചെയ്യാം. എന്നിട്ടൊന്ന് ചെറുതാക്കിയിട്ട് കൊണ്ടുപോകാം. ചെറുതാക്കി ഞാൻ
അങ്ങനെ ചെറുതാക്കി ഇത്രയാക്കി ഇട്ടു. നമുക്ക് ഈ സാധനം മാറ്റാം ഇവിടെ നിന്ന്. പിന്നെ ഒരു മേഘം സംഭവിക്കുന്നുണ്ട്, അത് നമുക്ക് തൽക്കാലം ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ഈ ക്യാരക്ടേഴ്സിനെ നമുക്കൊന്ന് സെറ്റപ്പ് ആക്കാണ്ട് ഇതിങ്ങോട്ട് മാറ്റാം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരു അത്യാവശ്യം സൈസിൽ വരണം. ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ക്യാരക്ടറുകളൊന്ന് വലുതാക്കാം. നമ്മൾ ഈ കവർ വരുമ്പോഴേ ഇല്ലെങ്കിൽ വളരെ ചെറുതായി പോകും. ഇതിനൊക്കെ നമുക്ക് അതിൻ്റെ ആവശ്യം പോലെ ആക്കിയിട്ട് കയറ്റാം. തൽക്കാലം ഇവരെ ഒന്ന് നമുക്ക് സെറ്റാക്കട്ടെ. സെറ്റാക്കി ഒന്ന് സ്വല്പം അടുപ്പിച്ച് വയ്ക്കാം. ചെക്കനൊക്കെ ഒന്ന് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കളറുകളൊക്കെ ഇതാണല്ലോ. അപ്പോൾ ഈ കളറ് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇങ്ങനത്തെ കളറൊക്കെ കൊടുക്കാം. കളറാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് വലുതാക്കി കൊടുക്കാം. ഈ സംഭവം വേണമെങ്കിൽ നമുക്കിത് ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നില്ല, നമുക്ക് തൽക്കാലം നമുക്ക് വേണ്ട, അത് നമുക്ക് ആവശ്യമില്ല. ഈ ഒരു സാധനം വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ. അത് ആവശ്യമില്ല. അപ്പം ഇത്ര സോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആനുവൽ റിപ്പോർട്ട് ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് താഴേക്കാക്കാം. നമുക്ക് ഇതിൻ്റെ കളർ മാറ്റി ഈ കളർ കൂട്ടിയിട്ട് ഒന്ന് വലുതാക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിന് മൊത്തത്തിലൊരു കളർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കളർ എനിക്ക് ആവശ്യമുണ്ട്. അത് ഞാൻ ഇവിടെ മാറ്റി വെച്ചു. എന്നിട്ട് ഞാൻ ഈ കളർ ഇത് ആഡ് ചെയ്ത് കൊടുത്ത് നോക്കാൻ. ഇതാകുമ്പോൾ ശരിക്കും നമ്മുടെ ഈ ഒരു കളറിന് മാച്ച് ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കളറൊന്ന് കുറയ്ക്കാം. നമുക്ക് കുറയ്ക്കാം നമുക്ക് കളറ്. ഇതിനായിട്ട് കുറച്ച് സിസ്റ്റം ഹാങ്ങായി. മറ്റേ കളർ തന്നെയാണ് നല്ലത്. ഈ കളർ തന്നെ കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പാസിറ്റിക്ക് ഒന്ന് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഒപ്പാസിറ്റി കുറയ്ക്കുമ്പോൾ തന്നെ കളറൊന്ന് ലൈറ്റ് ആവും.
നമുക്ക് ഇത്രയ്ക്ക് മതി കളറ്. എന്നിട്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ഇത് നമുക്ക് മാറ്റാം. അവിടെ നിന്ന് ഇത് മാറ്റിയിട്ട് നമുക്കിത് മൊത്തം ഒരു സംഭവം കൂടി ആഡ് ചെയ്യണം. ഭയങ്കര സ്ലോ സിസ്റ്റം. കുറേ വെക്ടറൊക്കെ ഉണ്ട്, ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ഇതൊന്നും ആവശ്യമില്ല. പിന്നെ അടിച്ചിട്ട് ഞാൻ ഫുള്ളായിട്ടൊരു ഇതിട്ടിട്ട് ഞാൻ ഈ കളർ കൊടുക്കുകയാണ്. എന്നിട്ട് ഏറ്റവും ബാക്കിലേക്ക് വലിച്ചിട്ടു. പിന്നെ ഞാൻ അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറയ്ക്കുകയാണ്. ഓക്കെ, നമ്മൾ ഈ മേഘം നമുക്കിവിടെ കൊടുക്കാം. മേഘം നമുക്ക് ആവശ്യമുണ്ട്. ഗ്രൂപ്പ് ചെയ്ത് വേഗം വൈറ്റ് ആക്കാം. എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ വേഗം. ഇതിവിടെ നോക്കിയിട്ട് ഇത് നമുക്കൊന്ന് കുറച്ച് കൂട്ടി കൊടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിറ്റി വേണം. സിറ്റിക്കായിട്ട് ഞാൻ സിറ്റി വെക്ടർ BG നിങ്ങൾ നോക്കുക. നല്ലത് നമ്മൾ നോക്കിയിട്ട് ഇടണം, അല്ലെങ്കിൽ അത് കൊളായി പോകും. പിന്നെ സിറ്റിയോടെ അർബൻ സിറ്റി നോക്കാം നമുക്ക്. തൽക്കാലം നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്ത് ഉണ്ടല്ലോ, അത് തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഇതെടുത്തിടാം. ഇവിടെ സെലക്ട് ചെയ്ത് ഞാൻ എക്സ്ട്രാക്റ്റ് ചെയ്തു. ഇതൊന്നും ആവശ്യമില്ല, ഒക്കെ ഡിലീറ്റ് ചെയ്താണ്. ഫയല് Ctrl+C അടിച്ചു ഇവിടെ പേസ്റ്റ് ചെയ്ത് കേട്ടോ. Ctrl+V അടിച്ചിട്ട് പേസ്റ്റ് ചെയ്ത് ക്ലോസ്. ഇവിടെ നമുക്ക് അൺഗ്രൂപ്പ് ചെയ്യാം. അൺഗ്രൂപ്പ് കോപ്പി എടുക്കുക, പേസ്റ്റ് ചെയ്യുക. ഇത് മാറ്റി വെച്ചേക്കാം. നമുക്ക് ചെറുതാക്കാം.
എന്നിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കുറച്ച് കൂട്ടാം. ഓക്കെ, നമുക്ക് ഈ ലൈൻ ഉണ്ടല്ലോ അത് ആവശ്യമില്ല, അത് കളയാം. ഇതങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഞാൻ കുറച്ച് താഴേക്ക് ഇറക്കിയിടാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റിലൊന്ന് പറയാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ. പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മളെ പോലത്തെ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കവറാണ്, ഏത് അപ്രൂവ് ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3-4 ഓപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഏത് ഓപ്ഷൻ അവർക്ക് ഇഷ്ടമാവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഈ ഏരിയയിലത്തെ ഇതും ഇവിടുത്തെ അകലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിന് കുറച്ച് നമുക്കൊരു ഡെപ്ത്ത് കൊടുക്കാം. ഡെപ്ത്ത് മീൻസ് ബോൾഡാക്കി കൊടുക്കാം. ഓക്കെ, കെയറിങ് ഫോർ ലൈഫ്. ഇത് കുറച്ച് ബോൾഡാക്കി കൊടുക്കാം. ഓക്കെ, ഇത് നമുക്ക് ഇതിൻ്റെ ഒരു അലൈൻമെൻറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും ഇങ്ങനെ ആണ് ശരിക്കും അലൈൻമെൻറ്റിൻ്റെ ഇത് വരിക. അപ്പോൾ നമുക്ക് ഇത് കുറച്ചും കൂടി ഇങ്ങോട്ട് നീക്കിയിട്ട് കൊടുക്കാം. ഈ ലോഗോ നമുക്ക് ഇതിൻ്റെ അലൈൻമെൻറ്റിൽ സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്യണം, കറക്റ്റ് ഇങ്ങനെ ചെയ്യാം. ലോഗോൻ്റെ ഈ ഒരു ഇത് നോക്കണം. ഓക്കെ, ഇവിടെയും കുഴപ്പമില്ല, ഓക്കെയാണ്. ഇത് വേണമെന്ന് വെച്ചാൽ നമുക്ക് 2 ലൈനായിട്ട് കൊടുക്കാം. കയറി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കിടന്നോട്ടെ. അപ്പോൾ ലോഗോൻ്റെ ഒരു ഇതിനനുസരിച്ചിട്ട് തന്നെ ഒരു ഇത് വരുമല്ലോ. ലൈഫിന് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കളർ ബ്ലൂ ആക്കി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റുകൾ ചെയ്യാം. പിന്നെ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്, നന്ദി.